കഴിഞ്ഞ വെളുപ്പിന് വണ്ടിപ്പെരിയാറ്റിലുണ്ടായ അതിദയനീയമായ അഗ്നിബാധ വലിയ പ്രശ്നങ്ങൾ വ്യാപാര മേഖലയ്ക്ക് ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. വലിയ നാശനഷ്ടമാണ് 8 കടകൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ നാശനഷ്ടം പരിഹരിക്കുന്നതിന് അടിയന്തര ധനസഹായം പ്രത്യേക സ്കീമിൽപ്പെടുത്തി ഗവൺമെന്റ് അനുവദിക്കാൻ തയ്യാറാകണമെന്ന് ഞങ്ങൾ ജനപ്രതിനിധികളുമായി സംസാരിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുമായും ഇടുക്കിയുടെ മന്ത്രി റോഷി അഗസ്റ്റിനുമായും ഈ തീപിടുത്തത്തെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. റോഷി അഗസ്റ്റിന് ഇവിടെ ഇന്ന് തിരക്കായതുകൊണ്ട് അടുത്ത ദിവസം വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും വാഴോത്സവം അടക്കമുള്ള ജനപ്രതിനിധികൾ വെളുപ്പിന് ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനെപ്പറ്റി ബോധ്യമുള്ള ജനപ്രതിനിധികൾ തീർച്ചയായിട്ടും ഈ വ്യാപാരികൾക്കുണ്ടായ നാശനഷ്ടം പരിഹരിക്കുന്നതിനാവശ്യമായ ധനസഹായം ഗവൺമെന്റിൽ നിന്നും അടിയന്തരമായി അനുവദിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പൊതുവെ വ്യാപാരികൾക്ക് മാത്രം എന്ത് നഷ്ടം വന്നാലും ഗവൺമെന്റിനെ സഹായിക്കുന്നതിനുള്ള പദ്ധതികൾ ഇല്ല. ആ സാഹചര്യത്തിൽ ഇത് പ്രത്യേക ഒരു സ്കീമായിട്ട് എടുത്താൽ മാത്രമേ സഹായിക്കാൻ കഴിയൂ. അതുകൊണ്ട് അക്കാര്യത്തിൽ ജനപ്രതിനിധികൾ ഇടപെട്ട് ഗവൺമെന്റിൽ നിന്നും അനുകൂലമായ തീരുമാനം ഉണ്ടാക്കണം എന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അത് മാത്രമല്ല, ഇന്നലെ ഫയർഫോഴ്സിന്റെ വാഹനം 2 മണിക്കൂർ അപകടമുണ്ടായപ്പോ തീപിടുത്തം ചെറിയ തോതിൽ ഒരു കടയിൽ ആളിക്കത്തി തുടങ്ങിയപ്പോ യഥാസമയം പോലീസിൽ വിവരം അറിയിച്ചിട്ടും പോലീസ് അധികാരികൾ വേണ്ടത്ര ജാഗ്രത കാണിച്ചോ എന്ന് സംശയമുള്ളതായിട്ടാണ് യൂണിറ്റിന്റെ ഭാരവാഹികൾ ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല, കട്ടപ്പനയിൽ നിന്നും ആദ്യം വന്ന ഫയർഫോഴ്സ് യൂണിറ്റിന് വേണ്ടത്ര വെള്ളം സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അവര് പ്രാഥമികമായ പരിപാടികൾ നടത്തിയിട്ട് ചുറ്റുവട്ടത്ത് വെള്ളം അന്വേഷിച്ച് കറങ്ങുകയായിരുന്നു. അങ്ങനെയൊന്നുമല്ല, ഒരു അടിയന്തര സഹായം ഉണ്ടാകുമ്പോ, അടിയന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം ഫയർഫോഴ്സും മുൻകൂട്ടി തന്നെ കരുതൽ സ്വീകരിച്ച് വരേണ്ടതാണ്. അത് കഴിഞ്ഞ് 2ാമത് യൂണിറ്റ് കട്ടപ്പനയിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഏകദേശം തീ അണയ്ക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോഴത്തേക്ക് ഏതാണ്ട് 5 മണിയോളമായി. 6 മണി കഴിഞ്ഞാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഒരു സ്പെഷ്യൽ ജില്ലാ പോലീസ് മേധാവി ഇടപെട്ടിട്ടാണ് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത്. അദ്ദേഹം ഇടപെട്ടിട്ടാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഒരു പ്രത്യേക യൂണിറ്റിനെ ഇങ്ങോട്ട് അയച്ചത്. ഇവരെല്ലാം വന്നപ്പോഴത്തേക്കും ഒരു ചെറിയ കടയിൽ തുടങ്ങിയ തീപിടുത്തം 8 കടകളിലേക്ക് വ്യാപിച്ച് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടാകാൻ ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബന്ധപ്പെട്ട ഫയർഫോഴ്സിന്റെയോ പോലീസിന്റെയോ ഭാഗത്തു നിന്നും അലംഭാവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഉണ്ടെങ്കിൽ അതിനാവശ്യമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കണം. അത് മാത്രമല്ല, ഒരു വലിയ ടൂറിസം കേന്ദ്രമാണ് കുമളിയും കുമളിയോട് അടുത്ത് കിടക്കുന്ന വണ്ടിപ്പെരിയാറും. ഈ മേഖലയിൽ ഒരു 1.5 മണിക്കൂർ സമയം വേണം കട്ടപ്പനയിൽ നിന്ന് ഒരു ഫയർഫോഴ്സിന്റെ വാഹനം ചുരുങ്ങിയ സമയം 1.5 മണിക്കൂറെങ്കിലും എടുത്താലേ വണ്ടിപ്പെരിയാറ്റിലും കുമളിയിലും എത്തിപ്പെടത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ഇത്രയും വലിയ ടൂറിസം പ്രാധാന്യമുള്ള മേഖലയിൽ, അത് മാത്രമല്ല ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികൾ കൂടി അധിവസിക്കുന്ന മേഖല എന്ന നിലയിൽ, ശബരിമല സീസണിലൊക്കെ 10,000ങ്ങൾ കടന്നുപോകുന്ന ഒരു ഇടത്താവളം എന്ന നിലയിൽ തീർച്ചയായിട്ടും കുമളിയിലോ വണ്ടിപ്പെരിയാറ്റിലോ ഫയർഫോഴ്സിന്റെ ഒരു യൂണിറ്റ് അടിയന്തരമായി അനുവദിക്കണം. കാരണം ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. മുൻകരുതൽ തീർച്ചയായിട്ടും എടുക്കുന്നതിന്റെ ഭാഗമായി അടിയന്തരമായി ഒരു പുതിയ യൂണിറ്റ്, ഫയർഫോഴ്സ് യൂണിറ്റ് കുമളിയിലോ വണ്ടിപ്പെരിയാറ്റിലോ കൂടി തുടങ്ങാൻ ആവശ്യമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണം. അതിന് എല്ലാം മുൻപേ തന്നെ അടിയന്തരമായി ഈ തീപിടുത്തത്തിൽ നാശനഷ്ടം സംഭവിച്ച എല്ലാ വ്യാപാരികൾക്കും ഒരു ചെറിയ ധനസഹായമെങ്കിലും പ്രാരംഭഘട്ടത്തിൽ തന്നെ കൊടുക്കാൻ നടപടി സ്വീകരിക്കുകയും തുടർന്ന് വിശദമായ റിപ്പോർട്ട് റവന്യൂ വില്ലേജ് അധികാരിയുടെ ഭാഗത്തു നിന്നും വാങ്ങിക്കൊണ്ട് കൂടുതൽ ധനസഹായം കൊടുക്കാനും തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. പ്രാരംഭമായി എന്തെങ്കിലും ധനസഹായം തീർച്ചയായിട്ടും വ്യാപാര മേഖലയിലെ ആളുകൾക്ക് കൊടുക്കാൻ ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയും പരിശ്രമിക്കുമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു. ഭീകരമായ ഒരു സംഭവമാണ് ഈ വണ്ടിപ്പെരിയാറിൽ ഉണ്ടായിരിക്കുന്നത്. അടിയന്തരമായിട്ട് ഈ ഒരു സംഭവത്തിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് ഏറ്റവും പ്രധാനം ആദ്യം ആവശ്യപ്പെടാനുള്ളതാണ് ഇത്തരത്തിൽ ഇനി ഒരു നാശനഷ്ടം ഉണ്ടാവാതിരിക്കാൻ. ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ ഉണ്ടായ സംഭവത്തിൽ നിന്ന് മനസ്സിലായത് ഗവൺമെന്റിന്റെ, അതായത് ഈ ഫയർഫോഴ്സ് സംവിധാനങ്ങൾ എത്തുമ്പോഴത്തേക്കും ഇവിടെ ഒരു കടയിൽ അവസാനിക്കേണ്ട ഒരു ചെറിയ നാശനഷ്ടം 8-10 കടകൾക്ക് വലിയ നാശം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് വളരുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് അടിയന്തരമായി കുമളി വണ്ടിപ്പെരിയാർ കേന്ദ്രീകരിച്ച് ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് അനുവദിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. ഇതൊരു പാഠമായി ഉൾക്കൊണ്ട് ജനപ്രതിനിധികൾ ഇടപെട്ട് എത്രയും പെട്ടെന്ന് വലിയ നാശനഷ്ടം ഉണ്ടായ കടകൾക്ക് അടിയന്തര സഹായം അനുവദിക്കാൻ ഉള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണം. ഈ 2 കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ ഫയർഫോഴ്സ് യൂണിറ്റിന്റെ ഭാഗത്ത് വന്നപ്പോൾ വേണ്ടത്ര വെള്ളമില്ലായിരുന്നു എന്ന പ്രശ്നങ്ങളിലൊക്കെ കൃത്യമായ ഒരു അന്വേഷണം നടത്തി വേണ്ട തിരുത്തൽ നടപടികൾ ഉണ്ടാകണമെന്ന് കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഈ നഷ്ടപ്പെട്ട വ്യാപാരികളെ ആകാവുന്ന നിലയിൽ സഹായിക്കുന്നതിന് ഏകോപന സമിതി സംഘടനാ സംവിധാനങ്ങളെല്ലാം ഉണർന്ന് പ്രവർത്തിക്കും.